ക്ലേശങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ നീ എത്ര നല്ലവൻ. യേശുമതി എനിക്കേശുമതി. വഴിപാടുകൂടെ എടുക്കാം. ക്ലേശങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ നീ എത്ര നല്ലവൻ. നീയല്ലാതാരോഗ്യീശനെ എന്റെ ഭാരം തീർപ്പാൻ. നീയല്ലാതാരുള്ളൂ രക്ഷക എന്റെ പാപം പോകാൻ. എന്റെ നീ ഏറ്റുകൊൾ ദൈവമേ അപ്പോൾ ഞാൻ ധന്യനായി. എന്റെ നീ ഏറ്റുകൊൾ ദൈവമേ അപ്പോൾ ഞാൻ ധന്യനായി. ജീവിത ഭാരങ്ങളേറിയാലും ജീവനാഥൻ കൈവെടിയുകില്ല. എന്നെ നടത്തുവാൻ ശക്തനാ നീ എത്ര നല്ലവൻ. ജീവിത ഭാരങ്ങളേറിയാലും ജീവനാഥൻ കൈവെടിയുകില്ല. എന്നെ നടത്തുവാൻ ശക്തനാ നീ എത്ര നല്ലവൻ. ഓ നീയല്ലാതാരോഗ്യീശനെ എന്റെ ഭാരം തീർപ്പാൻ. നീയല്ലാതാരുള്ളൂ രക്ഷക എന്റെ പാപം പോകാൻ. എന്റെ നീ ഏറ്റുകൊൾ ദൈവമേ അപ്പോൾ ഞാൻ ധന്യനായി. എന്റെ നീ ഏറ്റുകൊൾ ദൈവമേ അപ്പോൾ ഞാൻ ധന്യനായി. ലോകത്തിൽ ലേഖനായി തീരുകയും ലോകത്താൽ ബാധിതനായിടും എന്നെ കൈവിടാത്ത രക്ഷക നീ എത്ര നല്ലവൻ. എന്റെ നീ ഏറ്റുകൊൾ ദൈവമേ അപ്പോൾ ഞാൻ ധന്യനായി. ചെറിയ തെറ്റുകൾ ചെയ്തെന്നാലും പാപിയായി മുദ്രണം ചെയ്തിടും സ്നേഹത്താൽ കൈക്കൊള്ളും ദൈവമേ നീ എത്ര നല്ലവൻ. ചെറിയ തെറ്റുകൾ ചെയ്തെന്നാലും പാപിയായി മുദ്രണം ചെയ്തിടും സ്നേഹത്താൽ കൈക്കൊള്ളും ദൈവമേ നീ എത്ര നല്ലവൻ. ഓ നീയല്ലാതാരും ഈശനെ എന്റെ ഭാരം തീർപ്പാൻ. നീയല്ലാതാരുള്ളൂ രക്ഷക എന്റെ പാപം പോകാൻ. എന്റെ നീ ഏറ്റുകൊൾ ദൈവമേ അപ്പോൾ ഞാൻ ധന്യനായി. എന്റെ നീ ഏറ്റുകൊൾ ദൈവമേ അപ്പോൾ ഞാൻ ധന്യനായി. ജീവിത ഭാരങ്ങളേറിയാലും ജീവനാഥൻ കൈവെടിയുകില്ല. എന്നെ നടത്തുവാൻ ശക്തനാ നീ എത്ര നല്ല
എന്റെ ഭാരം തീർപ്പാ എന്റെ ഭാവം പോട്ടാ എന്റെ നീ ഏറ്റുകൊള്ളേ അപ്പോൾ ഞാൻ ധന്യനാ എന്റെ നീ ഏറ്റുകൊള്ളേ അപ്പോൾ ഞാൻ ധന്യനാ യേശുമതി എനിക്കേശുമതി ദേശങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ നീ എത്ര നല്ല എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ അപ്പോൾ ഞാൻ ധന്യനാ എന്റെ ഭാരം തീർപ്പാ നീയല്ലാതാരുള്ളൂ എന്റെ പാപം പോകാ എന്റെ ഏറ്റുകൊൾ ദൈവമേ അപ്പോൾ ഞാൻ ധന്യനാ എന്റെ ഏറ്റുകൊൾ ദൈവമേ അപ്പോൾ ഞാൻ ധന്യനാ എന്റെ ഏറ്റുകൊൾ ദൈവമേ അപ്പോൾ ഞാൻ ധന്യനാ. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് അത് കടന്നു വരാം. അതിന്റെ 2-ാമത്തെ വാക്യം. 2 Kings chapter 4 verse 2 please. ചരിത്രം പറയാനായിട്ട് സമയം ഇല്ല. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി വന്ന് ഏലീശ പ്രവാചകന്റെ അടുക്കൽ ഒരു സങ്കടവുമായി കടന്നു വരുന്ന ഭാഗമാണല്ലോ 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിലെ ആ പ്രാരംഭ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് അവൾ വന്ന് ഏലീശയോട് നിലവിളിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ പ്രശ്നം, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു, പക്ഷേ അവൻ എന്ത് ചെയ്തു? മരിച്ചുപോയി. എൻ്റെ ഭർത്താവായിരുന്നവൻ മരിച്ചുപോയി. അവൻ നിന്റെ ദാസനായിരുന്നു, അവൻ യഹോവ ഭക്തനായിരുന്നു. ഇനി ഇപ്പോൾ ഇവിടെ അടുത്ത പ്രശ്നം കൂടെ പറയുകയാണ്. കടക്കാർ വന്ന് എൻ്റെ 2 മക്കളെ പിടിച്ചുകൊണ്ട് അടിമകളാക്കുവാനായിട്ട് പോകുന്നു. ഇതാണ് അവളുടെ പ്രശ്നം. സ്തോത്രം. എന്നെ സഹായിക്കണം. 1-2 കാര്യങ്ങൾ അവിടെ നിന്ന് ഓർപ്പിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് സമയമില്ല. ഞാൻ ആഗ്രഹിച്ചു വന്ന എല്ലാ കാര്യങ്ങളും പറയാനൊക്കെ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം. ദൈവത്തെ ഭക്തിയോടെ സേവിച്ച ഒരു വ്യക്തിയായിരുന്നു അവളുടെ ഭർത്താവ് എന്ന് അവിടെ പ്രത്യേകമായിട്ട് എടുത്തെഴുതിയിട്ടുണ്ട്. യഹോവ ഭക്തനായിരുന്ന നിന്റെ ദാസൻ മരിച്ചുപോയി. സ്തോത്രം. പ്രവാചക ശിഷ്യന്മാരിൽ ഒരുത്തനായിരുന്നു അവൻ. നമ്മൾ ഇതിന്റെ മുമ്പുള്ള അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ഏലിയാവ് എലീശയുടെ മുമ്പിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്നതിന് മുൻപ് അവർ യാത്ര ചെയ്യുന്ന യാത്രകളിലെല്ലാം ബേഥേലിലും ഗിൽഗാലിലും ഒക്കെ അവർ മാറി മാറി യോർദാനിലൊക്കെ മാറി മാറി താമസിക്കുമ്പോൾ അവിടെ ആ പ്രവാചക ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. അഥവാ അവരെ പഠിച്ചുകൊണ്ടിരുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബൈബിൾ സ്കൂളുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരിൽ ഒരുത്തന്റെ ഭാര്യ, പ്രവാചക ശിഷ്യന്മാരിൽ ഒരുത്തന്റെ ഭാര്യയാണ് ഇപ്പോൾ വിധവയായിരിക്കുന്ന ഈ സഹോദരി വന്ന് ഒരു സങ്കടവുമായി, അവളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നവുമായി പ്രവാചകനായ ഏലീശയുടെ അടുക്കൽ കടന്നു വന്നിരിക്കുകയാണ്. സ്തോത്രം. അവൾക്ക് പറയാനുള്ള അവളുടെ പ്രശ്നത്തിനകത്ത് ഏറ്റവും കാതലായ ഒരു കാര്യം അവിടെ നാം നോക്കിയാൽ എഴുതിയിരിക്കുന്നത് ഇല്ല, അവളുടെ ശൂന്യതയെ കുറിച്ചാണ് അവൾക്ക് പറയാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം.
അവിടെ ജീവിതത്തിൽ ചില ശൂന്യതകളുണ്ട്. എന്താണ് അവിടെ ശൂന്യത? ഭർത്താവ് മരിച്ചുപോയി. ഇനി കടക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു? കടമാണെന്ന് പറഞ്ഞാൽ ഭൗതിക നിലവാരത്തിൽ ഒരു ശൂന്യത. സ്തോത്രം. വീട്ടിലൊന്നുമില്ല, ഭർത്താവ് മരിച്ചുപോയി. മാത്രമല്ല, ഇപ്പോൾ വീട്ടിലുള്ള 2 മക്കളെ കടക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു? അടിമകളായി പിടിച്ചുകൊണ്ടുവരാൻ പോകുന്നു. അപ്പൊ ഏത് വഴിയിലൂടെ ചിന്തിച്ചാലും ശൂന്യതയാണ് ജീവിതത്തിലുള്ളത്. ശൂന്യതയാണ്, ഒന്നുമില്ലാത്ത ഒരവസ്ഥ. ഉള്ളത് എന്ന് തോന്നുന്ന ചിലതും പെട്ടെന്ന് വേഗത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരവസ്ഥയാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഉള്ളത്. അവൾ അന്ന് കർത്താവിന്റെ ദാസനോട് വന്ന് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. നിന്റെ ദാസനായ എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു എന്നുള്ളത് നിനക്കറിയാമല്ലോ. സ്തോത്രം. അവനില്ല, അവൻ മരിച്ചുപോയി. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ശൂന്യതയുണ്ട്. മാത്രമല്ല, വലിയ കടമാണ്. മുൻപോട്ട് പോകാൻ കഴിയാത്ത നിലകളിലുള്ള പ്രശ്നം എന്റെ ജീവിതത്തിൽ. മാത്രമല്ല, എനിക്ക് സ്വന്തമെന്ന് പറയാനുണ്ടായിരുന്ന എന്റെ മക്കളെ കൂടെ ഇപ്പോൾ എനിക്ക് നഷ്ടപ്പെടാനായിട്ട് പോകുന്ന കാലത്ത് ആ കടം വീട്ടുവാൻ നിവൃത്തിയില്ല എങ്കിൽ ഒരുപക്ഷെ മക്കളെ കൊണ്ടുപോയി അടിമകളാക്കി അവരെ കൊണ്ട് പണി ചെയ്യിപ്പിച്ച് ഒരുപക്ഷെ അത് നികത്തിയെടുക്കുന്ന ഒരു രീതി ആയിരിക്കാം. അതുകൊണ്ടാണ് ആ സഹോദരി അങ്ങനെ വന്ന് പറയാൻ ഇടയായിത്തീർന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് മക്കളെ അടിമകളാക്കാൻ ചുമ്മാ ഒരാൾക്ക് ചെയ്യാൻ ഒക്കത്തില്ല. പറഞ്ഞാൽ അതിന് ന്യായമുണ്ട്. കാരണം ഈ വ്യക്തി കടക്കാരനോട് ഇവർ കടപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, ഇവരുടെ ഭർത്താവ് കടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ആ കടം വീടുവാൻ മക്കളെ കൊണ്ടുപോയി അടിമകളായി പണിയെടുപ്പിച്ചാൽ ഒരുപക്ഷെ അങ്ങനെ ഒരു ക്രമീകരണത്തിനായിരിക്കാം കടക്കാർ ആഗ്രഹിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ സഹോദരിയുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ പല നിലകളിലും ശൂന്യത അനുഭവിക്കുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മുൻപോട്ട് പോകാൻ ഒരു ചാൻസും ഇല്ലാത്ത, വഴികളെല്ലാം മുൻപിൽ അടയപ്പെട്ടിരിക്കുന്ന ഒരനുഭവമാണ് ഈ വാത്സല്യ സഹോദരിയുടെ ജീവിതത്തിലുള്ളത്. സ്തോത്രം. എന്നാൽ ഇവിടെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഞാൻ പ്രത്യേകമായ വിഷയം പറഞ്ഞ് എൻ്റെ വാക്കുകളെ വേഗത്തിൽ അവസാനിപ്പിക്കാം. എന്തായിരുന്നു മറുപടി? കർത്താവിന്റെ ദാസന്റെ അടുക്കൽ വന്ന് സംസാരിക്കുമ്പോൾ ഈ പ്രവാചകനായ ഏലീശയുടെ അടുക്കൽ അവൾ വരാൻ ഇടയായി തീർന്ന, അല്ലെങ്കിൽ അവിടേക്ക് വരാൻ എടുത്ത ഒരു തീരുമാനം തന്നെ എത്രയോ ശ്രേഷ്ഠകരമാണെന്നുള്ളത് ആ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് ബോധ്യമായി. കാരണം ഏലീശ എന്ന വാക്കിന്റെ അർത്ഥം യഹോവ എന്റെ രക്ഷ, യഹോവ എന്റെ രക്ഷകൻ, രക്ഷിതാവ് എന്നൊക്കെയാണ്. സ്തോത്രം. ഏലീശ എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ അവൾ കറക്റ്റ് സ്ഥലത്താണ് വന്നത്. അവിടെ പ്രശ്നം അവളുടെ ജീവിതത്തിൽ വർദ്ധിച്ചപ്പോൾ മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്നവൾക്ക് മനസ്സിലായപ്പോൾ അവൾ കടന്നു വന്നത് നല്ല രക്ഷകന്റെ അടുക്കൽ തന്നെയാണ്. എത്തേണ്ട ഇടത്ത് തന്നെ. ആരുടെ അടുക്കൽ അവൾ എത്തണമോ, ആരോട് സങ്കടം ബോധിപ്പിക്കണമോ, ആരുടെ അടുക്കൽ പോയി എന്റെ വിഷയം പറഞ്ഞാൽ ഇതിനൊരു നീക്കുപോക്ക് ഉണ്ടാകുമെന്ന് അവൾക്ക് മനസ്സിലായോ, അവിടെ ചെന്നാൽ വെറുതെ ഞാൻ മടങ്ങിപ്പോകേണ്ടി വരികയില്ല, എന്നെ വെറുതെ മടക്കി അയക്കയില്ല എന്നുള്ള ഒരു വലിയ തിരിച്ചറിവാണ് ഹല്ലേലൂയ എലീശയുടെ അടുക്കലേക്ക് കൊണ്ടത്. മാത്രമല്ല, പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിവുള്ള ഒരുവനാണ് എലീശ എന്നുള്ള വലിയ ഒരു ചിന്തയും ഒരു ഉറപ്പും ഹല്ലേലൂയ ഈ സാധുവായ സഹോദരിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റെങ്ങും പോകാതെ എലീശയുടെ അടുക്കൽ തന്നെ അവൾ കടന്നു വന്നത്. ഞാൻ ആ ഭാഗത്ത് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടെ അവൾ പറയുന്ന ഒരു കാര്യം, എലീശയുടെ അടുക്കൽ ഈ സഹോദരി കടന്നു വരുമ്പോൾ എലീശ അവളോട് ചോദിക്കുന്ന 2ാമത്തെ വാക്യം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഒരു ചോദ്യമാണ് അങ്ങോട്ട്. ഞാൻ എന്താണ് നിനക്ക് ചെയ്യേണ്ടത്? ഇനി അതിനൊരു മറുപടി ലഭിക്കും മുൻപേ എലീശ കണ്ടിന്യൂ ചെയ്ത് അടുത്ത ഒരു ചോദ്യം കൂടെയാണ് പറയുക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. സ്തോത്രം. അവന്റെ ചോദ്യമാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? വീട്ടിൽ നിനക്ക് എന്തുണ്ട്? നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പകൽക്കാലം വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന് ഇത് പകൽക്കാലം നമ്മളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമായി ഇത്. സ്തോത്രം. ഹല്ലേലൂയ. പല വിഷയത്തിനും പരിഹാരമില്ല എന്ന് നമ്മൾ കാണുന്നുവെങ്കിലും ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നോക്കുമ്പോൾ അതിന്റെ പല പരിഹാരത്തിനുള്ള മുഖാന്തരങ്ങളും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഈ സാധുവായ സഹോദരിയുടെ വീട്ടിൽ ഹല്ലേലൂയ ആകെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഒരു ഭരണി ഒലിവ് എണ്ണ. ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിച്ചാൽ ഒലിവ് എണ്ണയാണ്. സ്തോത്രം. ഒരു ഭരണി എണ്ണയാണ് ആരുടെ കയ്യിലുള്ളത്?
ഈ സഹോദരിയുടെ കയ്യിലുള്ളത് പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ, എല്ലാം നഷ്ടമായെങ്കിലും അല്ലടിയ ഒന്നും അവളുടെ കയ്യിലില്ല എന്നാണ് അവൾ വന്ന് പറഞ്ഞതെങ്കിലും ശൂന്യതയുടെ ഒരുപാട് കണക്കുകൾ അവൾ നികത്തി. എന്തില്ല? ഭർത്താവില്ല, സ്തോത്രം, പണമില്ല, ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ല, മക്കൾ ഇനി അല്പസമയം കഴിയുമ്പോൾ അണ്ണന്റെ മുമ്പിൽ നിന്ന് അവരെയും പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്നു. ശൂന്യതയുടെ കണക്കുകളൊക്കെ നിരത്തി വെച്ചപ്പോഴും അല്ലടിയ പ്രവാചകൻ ചോദിച്ച ഒരു ചോദ്യത്തിന് മുൻപിൽ അവൾക്ക് പറയേണ്ടി വന്ന ഒരു കാര്യമുണ്ട്. അല്ലടിയ പ്രവാചകനെ, എല്ലാം പോയെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും എവിടെ നോക്കിയാലും ശൂന്യതയാണെങ്കിലും ഒരു കാര്യം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല, ഒരു കാര്യം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. എണ്ണ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, എണ്ണ തീർന്നു പോയിട്ടില്ല, ഒരു ഭരണി നിറയെ എണ്ണ എൻ്റെ കൈവശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഞാൻ ആവർത്തിച്ച് ദൈവമക്കളോട് പറയുന്നു, നീ ഇന്ന് പകൽ ഭാരപ്പെടുന്ന പല വിഷയത്തിന്റെയും മറുപടികൾ നിന്റെ കരത്തിൽ തന്നെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥിക്കുന്ന, നീ സങ്കീർണമെന്ന് പറയുന്ന, അസാധ്യമെന്ന് പറയുന്ന പലതിന്റെയും മറുപടികൾ അല്ലെങ്കിൽ ഇന്ന് പകൽ ആരാധിക്കുന്ന അഭിഷേകമുള്ള ഒരു ദൈവമൈതലിന്റെ കയ്യിലുണ്ടെന്ന് ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് ബോധ്യമാക്കി തരാം. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. ഒരു ഭരണി എണ്ണയുണ്ട്. ഹല്ലേലൂയ. അത് മതി ദൈവമക്കളെ, മറ്റൊന്നുമില്ലെങ്കിലും ഹല്ലേലൂയ അത് കേട്ടാൽ മതി പ്രവാചകന്. ഹല്ലേലൂയ. അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ എന്ത് ചെയ്യുക? വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. നീയും മകനും അകത്ത് കയറി കതകടച്ച് വാതിലടച്ച് വെറും ആവുന്നിടത്തോളം വെറും പാത്രങ്ങൾ കരുതണമെന്നാ പറഞ്ഞത്. അതിനകത്ത് നീ പകർന്നുകൊള്ളുക, അത് വിറ്റ് നിന്റെ കടം വീട്ടുക. ഹല്ലേലൂയ. ശേഷം വരുന്നത് വെച്ച് നിന്റെ ഉപജീവനം കഴിക്കുക. ഇതായിരുന്നു സൊല്യൂഷൻ. ഹല്ലേലൂയ. നമുക്ക് പല വ്യാഖ്യാനങ്ങൾ ഹല്ലേലൂയ എനിക്ക് ഈ ഭാഗത്തുനിന്ന് പറയാനുണ്ടെങ്കിലും നിങ്ങളും അറിയ ഒരുപാട് വ്യാഖ്യാനങ്ങൾക്കുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ഭാഗമാണ് ഒരു ട്രാൻസ്ലേഷനും ഒരു ഇന്റർപ്രിട്ടേഷനാണ് ഞാൻ ഇന്ന് പകൽ ഇവിടെ നിങ്ങളോട് പറയുന്നത്. ദൈവമക്കളെ, ഹല്ലേലൂയ, ജീവിതത്തിലെല്ലാം നഷ്ടമായാലും എൻ്റെ മേലും നിന്റെ മേലുമുള്ള അഭിഷേകം നഷ്ടപ്പെടരുത്. ആത്മാവിന്റെ ശക്തി. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച ദൂതുകളുടെ ഒരു പിന്നാമ്പുറമായിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്ന അനേക ദൈവവചന ഭാഗങ്ങളിൽ ഒന്നാണിത്. സ്തോത്രം. എന്താ ഇന്ന് പകൽ നമുക്ക് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ശൂന്യതയെന്നൊരു പക്ഷേ, നഷ്ടമെന്നൊരു പക്ഷേ നമുക്ക് പറയാൻ ഹല്ലേലൂയ പലതും ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം പോകുന്ന. ആരോഗ്യം ഒരു പക്ഷേ കുറഞ്ഞെന്ന് വരാം, ഹല്ലേലൂയ ഭൗതിക നന്മകൾ കുറഞ്ഞെന്ന് വരാം, പ്രതീക്ഷിച്ച പലതും നമ്മുടെ കയ്യിൽ നിന്ന് ഹല്ലേലൂയ നഷ്ടപ്പെട്ടു എന്ന് വരാം, ഹല്ലേലൂയ നാം ആഗ്രഹിച്ച പലതും ഹല്ലേലൂയ ഒരുപക്ഷേ ഇന്ന് പകൽ നാം നോക്കുമ്പോൾ ഹല്ലേലൂയ ഒരു നിലയിലും ഒരു ഉദ്ധാരണവും ഒരു നീക്കുപോക്കും ആ വിഷയത്തിൽ വരാൻ സാധ്യതയില്ലെന്ന് നമുക്ക് തോന്നുമായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ എല്ലാം നഷ്ടപ്പെട്ടാലും ഹല്ലേലൂയ ദൈവത്തെ നീ മുറുകെ പിടിച്ചാൽ മതി. ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് പകൽക്കാലം അവിടെ എഴുതിയിരിക്കുന്നത് ആ ഒരു ഭരണി എണ്ണ അത് അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അവൾ അതിൽ നിന്ന് വെളിയിൽ വരാനൊക്കെ ഇടയായി തീർന്നു. ഇന്ന് പകൽ എത്ര പേർക്ക് ഞാൻ പറയുന്നത് ബോധ്യമാകുന്നുണ്ട്. പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും ജീവിതത്തിൽ എല്ലാം ഹല്ലേലൂയ നെഗറ്റീവായി മാറിയാലും എല്ലാം ശൂന്യതയാണെങ്കിലും ഹല്ലേലൂയ ഒരു ഉദ്ധാരണവും ഒരിടത്തും ഇല്ലെങ്കിലും ഇന്ന് പകൽ നീ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്തൊരു ദൈവമൈതലാണെങ്കിൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നിന്നെ നടത്താൻ ആ ദൈവം ഇന്നും ശക്തനാണെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. അഭിഷേകം നഷ്ടപ്പെടരുത്. ഹല്ലേലൂയ ആത്മാവിന്റെ ശക്തി നഷ്ടപ്പെടരുത്. നിന്റെ മേൽ പകരപ്പെട്ട ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ അത് മതി. ഹല്ലേലൂയ കുപ്പത്തൊട്ടിയിലാണെങ്കിലും അവിടെ നിന്ന് നിന്നെ പൊക്കിയെടുത്തു കൊണ്ടുവരാൻ ഹല്ലേലൂയ അഭിഷേകം മതി എന്ന് ഇന്ന് പകൽ ഞാൻ ആവർത്തിച്ച് വിളിച്ചു പറയുന്നു. പ്രൈസ് ദി ലോർഡ്. വലിയവരും ശക്തന്മാരും ഒക്കെ ഉണ്ടെങ്കിലും അഭിഷേകമുള്ള ഒരുവനാണ് നീയെങ്കിൽ നിന്നെ ഉയർത്തി നിർത്താൻ ദൈവത്തിന് കഴിയും, നിന്നെ മാനിക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നിന്നെ മറ്റുള്ള മുമ്പിൽ ഒരു അത്ഭുത വിഷയമാക്കാൻ ദൈവത്തിന് കഴിയും. ഈ വെറും പാത്രങ്ങൾ വായ്പ വാങ്ങാനാ പറഞ്ഞത്. ഞാൻ ആ ഭാവമൊക്കെ ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നു, എന്തിനാ ഈ വായ്പ വാങ്ങാൻ പറഞ്ഞത്? സ്തോത്രം. ഈ പാത്രങ്ങളിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സഹോദരി ഇതിങ്ങനെ പകരുക, പകർന്ന് ഞാൻ ആ സീനൊക്കെ നിങ്ങൾ അതൊക്കെ ഒന്ന് ഓർക്കണം.
അല്ലെങ്കിൽ ഒരു ഭരണിയിലെ എണ്ണ ഈ അമ്മ എന്ത് ചെയ്യുക, പിള്ളേർ രണ്ടും പാത്രമായിട്ട് നിൽക്കുക, ഈ സഹോദരി പകർന്നു കൊടുക്കുന്നു, ഒരു കൊച്ചൻ മാറ്റുന്നു, അടുത്തത് മാറ്റി 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 അവരുടെ കയ്യിലുണ്ടായിരുന്ന പാത്രം മുഴുവൻ നിറഞ്ഞു. സ്തോത്രം. ഈ പാത്രങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതാ അല്ലേ? ഈ പാത്രം തിരിച്ചു കൊടുക്കേണ്ടത് വായ്പ എന്ന് അവിടെ പ്രത്യേകിച്ച് എടുത്ത് എഴുതിയിട്ടുണ്ട്. വായ്പ വാങ്ങാനാ പറഞ്ഞത്. ഈ പാത്രങ്ങൾ തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുക്കുമ്പോഴും ഈ പാത്രങ്ങൾക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ട് അല്ലേ? ഈ പാത്രങ്ങൾക്ക് എന്നാ സാക്ഷ്യം പറയാനുള്ളത്? അത്ഭുതം ഞാൻ കണ്ടതാണെന്ന് ആര് പറയും? പാത്രം പറയും. അയൽവക്കത്തെ വീട്ടിലിരിക്കുന്ന പാത്രം വിളിച്ചു പറയുക, അഭിഷേകമുള്ളവന്റെ വീട്ടിൽ നടന്ന അത്ഭുതത്തിന് ഞാൻ സാക്ഷിയാണെന്ന് വിളിച്ചു പറയും. അല്ലെങ്കിൽ ദൈവമക്കളെ, നിങ്ങളത് പിന്നീട് ചിന്തിച്ചോ? എനിക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ മുമ്പോട്ട് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഇന്ന് ആവർത്തിച്ച് പറയാം, എന്താണ് നമുക്കിന്ന് പകലുള്ളത്? അഭിഷേകം നഷ്ടപ്പെട്ടിട്ടില്ലാത്തവനാണ് നീയും ഞാനുമെങ്കിൽ കാര്യം മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരല്പം പ്രശ്നമൊക്കെ ഒരു പക്ഷേ കാണും. പക്ഷെ നിന്നെ ഉയർത്താൻ ദൈവത്തിന് കഴിയും. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ പ്രശ്നത്തിന്റെ നടുവിൽ ദൈവം എന്നെ സഹായിക്കും. അഭിഷേകം എന്റെ മേലുണ്ട്. അത് വിട്ടുള്ളൊരു പരിപാടിക്ക് ദൈവം എല്ലാം നഷ്ടപ്പെട്ടാലും. ഹല്ലേലൂയ. ശിംശോന്റെ അനുഭവം നമുക്കറിയാം അല്ലേ? അവനെ ബന്ധിച്ചിരുന്ന ആ എത്ര ശക്തിയുള്ള കയറുകൊണ്ട്, എത്ര വലിപ്പമുള്ളത് കൊണ്ട് ബന്ധിച്ചാലും, ഹല്ലേലൂയ, ശിംശോനെ ഇതാ ഫെലിസ്ത്യരെന്ന് പറയുമ്പോൾ ഒരു നൂല് പൊട്ടിച്ച്, ചണനൂല് പൊട്ടിച്ച് കളയുന്നത് പോലെ പൊട്ടിച്ച് കളയത്തക്ക നിലകളിൽ പ്രാപ്തിയുള്ളവനായിരുന്നു ആര്? സ്തോത്രം. ശിംശോൻ. ഒരു സിംഹം നേരെ വന്നപ്പോൾ അതിനെ എന്ത് ചെയ്തെന്നാ? വലിച്ചു കീറിക്കളഞ്ഞവനായിരുന്നു ശിംശോൻ. പക്ഷെ ഇപ്പോൾ ഒന്ന് നോക്കിക്കേ, ഹല്ലേലൂയ, ഫെലിസ്ത്യരുടെ ക്ഷേത്രത്തിൽ 2 കണ്ണും കുത്തി പൊട്ടിച്ച് കൊണ്ടുവന്നിരുത്തിയിരിക്കുക, മാവ് കുഴച്ചുകൊണ്ടിരിക്കുക, മാവ് പൊടിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്താ പറ്റിയതാ? എന്നാ പറ്റിയതാ? അഭിഷേകം നഷ്ടപ്പെട്ടു പോയതാ. അവൻ അവസാനം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അല്ലേ? സ്തോത്രം. ആ ശക്തി ഒരിക്കൽ കൂടെ ഒന്ന് മടക്കി തരണം. പക്ഷെ അവന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ അതവൻ ആ ശക്തി ലഭിച്ചപ്പോൾ ആ ക്ഷേത്രത്തിന്റെ പടികളെ കല്ലുകൾ വലിച്ച് ആ ക്ഷേത്രം വീണ് അവൻ അവരോടുകൂടെ മരിച്ചു എന്നാണ് ദൈവത്തിന്റെ മനസ്സിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദൈവമക്കളെ, അഭിഷേകം നഷ്ടപ്പെട്ടു പോകരുത്. എൻ്റെ മേലും നിന്റെ മേലും ദൈവം പകർന്ന ജീവിതത്തിലെല്ലാം പോയാലും അഭിഷേകം നഷ്ടപ്പെടരുത്. അഭിഷേകം നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാനൊരു ദൈവവൈദ്യനല്ല, അല്ലെങ്കിൽ എന്നെ ദൈവമകനെന്ന് വിളിക്കാൻ പറ്റത്തില്ല. പകൽക്കാലം ദൈവമക്കളെ, ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? വീട്ടിൽ നിനക്ക് എന്തുണ്ട് പറയുക. അവൾ പറയുകയാണ്, 1 ഭരണി എണ്ണ. സ്തോത്രം. അത് മതി, അത് മതി. എനിക്ക് ഈ ഭാഗമായിട്ട് ബന്ധപ്പെടുത്തി ഒത്തിരി കാര്യങ്ങൾ ചേർന്ന് സംസാരിക്കുന്നുണ്ട്. ഒരു ഭാഗം പറഞ്ഞ് ഞാൻ പെട്ടെന്നിരിക്കാം. പല കാര്യങ്ങളുണ്ട്. ഈ നമ്മുടെ കയ്യിലുള്ളത് ദൈവം പ്രവർത്തിക്കുന്നുള്ളൊരു ചിന്തയോടെ പറഞ്ഞ് ഞാൻ ഇരിക്കാം. അത് ഞാൻ തൊട്ടെങ്കിലും ആ ഭാഗം പറഞ്ഞിരിക്കട്ടെ. ഈ 5 അപ്പവും 2 മീനും ഇവരെ ആരും കൊണ്ടുവന്നല്ല, ശിഷ്യന്മാരാണോ? അല്ല. അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ശിഷ്യന്മാർ, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. കുറച്ച് നിങ്ങളുടെ കയ്യിൽ എന്നെ ഉണ്ട്. അവരോരുത്തർ അന്വേഷിച്ചൊക്കെ നോക്കിച്ച് പറഞ്ഞു 5 അപ്പവും 2 മീനും. അത് മതി. അവരുടെ കയ്യിലുള്ളത് അവർ അന്വേഷിച്ച് കൊണ്ടുവന്നപ്പോൾ അത് മതി. 5 അപ്പവും 2 മീനും കൊണ്ട് വലിയ പുരുഷാരത്തെ ദൈവം അല്ലെങ്കിൽ പോഷിപ്പയുടെ. ഈ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലാണ് സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കിൽ ഒരുത്തനെ കൊണ്ട് നിർത്തുന്നുണ്ട്. ഇരിക്കുന്ന ഇരിപ്പും പേരും ഒക്കെ വളരെ നല്ലതാ. സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിലായിരിക്കും. ദൈവാലയത്തിനകത്ത് കയറിയിട്ടില്ല. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനാണ്. പത്രോസും യോഹന്നാനും പ്രാർത്ഥിപ്പാൻ വരുമ്പോൾ വല്ലതും കിട്ടുമെന്നുള്ള ആശയോടെ അവരെ ഉറ്റുനോക്കി. അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് വെള്ളിയും പൊന്നും ഇല്ല. അവന്റെ ആഗ്രഹം എന്തോ? കോയിൻ കിട്ടുമെന്നാ, ഒരു നാണയം കിട്ടും, അല്ലെങ്കിൽ ഒരു അല്പം പണം കിട്ടും. അവര് പറയുന്നത് ഞങ്ങളുടെ അതില്ല, പക്ഷെ ഞങ്ങൾക്കുള്ള ഒരു കാര്യമുണ്ട്. എന്തുവാ? സ്തോത്രം. നസറേനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്ന് പറഞ്ഞ് ഞാൻ പറയും, നിന്റെ മേൽ പകർന്ന അധികാരം, നിന്റെ മേലുള്ള അഭിഷേകം ഇതൊന്നും നഷ്ടപ്പെടുത്തരുതെന്നാണ് ദൈവത്തിന്റെ ആത്മാവിൽ ഈ പകൽക്കാലം ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ പ്രശ്നം എത്ര വലുതാണെങ്കിലും അല്ലെങ്കിൽ നിന്റെ മേലുള്ള അഭിഷേകം എത്രത്തോളം വർദ്ധിക്കുന്നുവോ നീ വേഗത്തിൽ അതിനകത്തുനിന്ന് വെളിയിൽ വരും. പ്രൈസ് ദി ലോർഡ്. അഭിഷേകമുള്ളവരെ തകർക്കാൻ പറ്റത്തില്ല. അഭിഷേകം മാത്രമേ ഉള്ളായിരുന്നു ദാവീദിന്റെ മേൽ. ശൗൽ എന്തായെന്നറിയാമോ?
കിന്നരം വായിച്ചുകൊണ്ടിരിക്കുക. ശൗലിന്റെ മേൽ ഒരു ദുരാത്മാവ് കയറുമ്പോൾ ദാവീദ് വന്ന് കിന്നരം വായിക്കണം. കിന്നരം വായിച്ചുകൊണ്ടിരുന്നവനെ ഭിത്തിയോട് ചേർത്ത് തറച്ച് കുത്തി കൊല്ലത്തക്ക നിലകളിൽ ശൗൽ കുന്തമെടുത്ത് ഒറ്റയേറെറിഞ്ഞു. പക്ഷെ എന്ത് ചെയ്തില്ല? ദാവീദിനൊന്നും സംഭവിച്ചില്ല. അഭിഷേകമുള്ളവനെ തൊടാനൊക്കത്തില്ല, ശത്രുവിനെ തകർക്കാനൊക്കത്തില്ല. എല്ലാം ശൂന്യതയാണെങ്കിലും ഇന്ന് പകൽ ആവർത്തിച്ചു പറയുന്നു, അഭിഷേകം നഷ്ടപ്പെടരുത്, അഭിഷേകം നഷ്ടപ്പെടരുത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾക്കത് നന്നായിട്ടറിയാം. ആത്മാവിന്റെ ശക്തിയിൽ ദൈവത്തെ ഈ ദിവസങ്ങളിൽ വളരെ ശക്തിയോടെ ആരാധിക്കണം. ദൈവങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്താവിന്റെ ദാസൻ നമ്മളോട് പറഞ്ഞ നിങ്ങൾ കേട്ട ദൂതുകളിനകത്തും അതുണ്ട്. വീട്ടിലാണ് ശക്തിയോടെ ഭവനങ്ങളിൽ ദൈവാരാധന ഉയരണം. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും കൂടെ ഒരുമിച്ചിരുന്ന് ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ ദൈവം ഇറങ്ങി വരും. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ പ്രശ്നം വർദ്ധിക്കുമ്പോൾ പ്രാർത്ഥനയിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ നിരാശപ്പെട്ടു പോകുകയല്ല വേണ്ടത്. ഭവനത്തിനകത്ത് നീരുന്ന് ഉയർത്തുന്ന പ്രാർത്ഥനയും നീ ആരാധിക്കും. അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ വലിയ വിടുതലുകളിലൂടെ സംഭവിക്കും. ബന്ധനങ്ങൾ അഴിയും, ശൂന്യതകൾ മാറും, നികരാത്ത പ്രശ്നങ്ങൾ നികരും. ഊഹനടിയ ഊരി വരാത്ത വിഷയത്തിനകത്തു നമ്മൾ ഊരി വരും. എത്ര കഠിനമേറിയ വിഷയമാണെങ്കിലും അതിന് പരിഹാരം നിന്റെ വീട്ടിനകത്തുണ്ട്. അല്ലെങ്കിൽ നിന്റെ മേലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ നീ ഭവനത്തിനകത്തിരുന്ന് ദൈവത്തെ ഉയർത്തിയാൽ മതി. അവിടെ നിന്ന് ഉയരുന്ന ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വലിയ വിടുതലുകളെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു. ആ സഹോദരന്റെ ജീവിതത്തിൽ വിടുതൽ നടന്നതിന്റെ ഒറ്റ കാരണം ചെല്ലേണ്ട ഇടത്ത് അവൾ ചെന്നു. രണ്ട് കാര്യം ഇന്ന് ഓർത്താൽ മതി. ആളുകളെ ചെന്ന് നല്ല രക്ഷകന്റെ അടുക്കൽ ഏലീശ. അവിടെ ചെന്നാൽ വല്ലതും നടക്കുമെന്ന് അവൾക്കറിയാം. മാത്രമല്ല അവൻ ചോദിച്ചപ്പോൾ ഒരു കാര്യം അവൾക്കുണ്ടായിരുന്നു. എന്താ? എണ്ണ നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നുപോലെ ദൈവമക്കളെ, ഞാൻ ഇതിന്റെ വിശദമായിട്ട് മറ്റൊരു സമയത്ത് സംസാരിക്കാം. അല്പത്തെടുത്തുള്ളത് കൊണ്ട് ഞാൻ വേഗത്തിൽ നിർത്താം. അല്പസമയം ഹോളിൽ തുടരുന്നുണ്ട്, എന്നാൽ എക്സ്റ്റൻഡഡ് ആയിട്ട് നാം സമയം എടുത്തിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓടിച്ച് നിർത്തുന്നത്. സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ